എല്ലാവർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 7th ചാപ്റ്ററായ സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്, ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിക്കുക, ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതെല്ലാം പഠിക്കുക, ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക കേട്ടോ. ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ നിന്നൊക്കെ കിട്ടാം അതെല്ലാം മാക്സിമം കളക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അസിഡിക് സോൾട്ട്? ഇതിൽ ഏതാണ് അസിഡിക് സോൾട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. NaCl, Na2CO3, NH4Cl, K2SO4 അല്ലേ? ഇതിൽ ഏതാണ് അസിഡിക് സോൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്? NH4Cl ആണ് കേട്ടോ. NH4Cl ആണ് അസിഡിക് സോൾട്ട് എന്ന് പറയുന്നത്. അതായത് അസിഡിക് നേച്ചർ കൂടുതലുള്ള ആർക്കാണ്? അമോണിയം ക്ലോറൈഡിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഇൻ ഇക്വിലിബ്രിയം ഈസ് ഗിവൺ. നോക്കുക കേട്ടോ, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2NO + O2 ഗീവ്സ് 2NO2 + ഹീറ്റ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണില്ല. അതാ നോക്കുക, സിമ്പിൾ കണ്ടില്ലേ, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. റൈറ്റ് എനി 2 ചേഞ്ചസ് ദാറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ കോൺസെൻട്രേഷൻ ആൻഡ് പ്രഷർ ടു ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് നൈട്രജൻ ഡയോക്സൈഡ് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ. അതായത് എന്താണ് പറയുന്നത്, ഇവിടെ രാസപ്രവർത്തനം തന്നിട്ടുണ്ടല്ലേ, ഇതാണ് നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് നമുക്കിവിടെ വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി എന്താണ് കോൺസെൻട്രേഷനും പ്രഷറും കേട്ടോ, ഗാഢതയിലും മർദ്ദത്തിലും എന്തൊക്കെ മാറ്റം വരുത്തണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, കോൺസെൻട്രേഷൻ്റെ കേസ് വരുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റിയാക്റ്റൻസിൻ്റെ അല്ലേ, റിയാക്റ്റൻസ് ഇവിടെ ഉണ്ടല്ലോ, ഈ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുക. കോൺസെൻട്രേഷൻ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ കേട്ടോ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്ന് പറയാം കേട്ടോ. റിയാക്റ്റൻസ് അതായത് അഭികാരങ്ങളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രഷറിന്റെ കേസിൽ വരുവാണെങ്കിൽ എന്താണ്, പ്രഷർ അവിടെ വർദ്ധിപ്പിക്കുക കേട്ടോ, ഇൻക്രീസ് ദ പ്രഷർ. ഒന്നുകിൽ പ്രഷർ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ പിന്നെന്താണ് റിയാക്റ്റൻസ് ഉണ്ടല്ലോ, ഈ റിയാക്റ്റൻസിന്റെ ഗാഢത വർദ്ധിപ്പിക്കുക. ക്ലിയർ ആയല്ലോ? അല്ലെങ്കിൽ NO2-നെ നമ്മൾ ഇവിടെ NO2 ഉണ്ടാകുന്നുണ്ടല്ലോ, ഈ NO2-നെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് പിന്നെ അപ്പോൾ NO2 ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലായി? അപ്പോൾ ആ രീതിയിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ NO2-ന്റെ അളവ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ക്ലിയർ ആകുന്നുണ്ടല്ലോ? അപ്പം ഒന്നുകിൽ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, അല്ലെങ്കിൽ എന്താണ് ഇൻക്രീസ് ദ പ്രഷർ. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതെവിടെ ഉണ്ടോ? ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, അതായത് നോക്കുക അഭികാരങ്ങളുടെ ഗാഢത വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് NO2 ഇവിടുന്ന് റിമൂവ് ചെയ്യുക, അപ്പം അതനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്താണ് മർദ്ദം വർദ്ധിപ്പിക്കുക, ഇൻക്രീസ് ദ പ്രഷർ കേട്ടോ, മർദ്ദം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അഭികാരങ്ങളുടെ ഗാഢത വർദ്ധിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് മാനുഫാക്ചേർഡ് ഇൻഡസ്ട്രിയലി ബൈ ദ ക്ലോർ ആൽക്കലി പ്രോസസ്സ്. നമ്മൾ കണ്ടായിരുന്നു സോഡിയം ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്, ക്ലോർ ആൽക്കലി പ്രോസസ്സ് വഴിയാന്ന് കണ്ടു. ഐഡന്റിഫൈ ദ സബ്സ്റ്റൻസ് ദ അക്വസ് സൊല്യൂഷൻ ഓഫ് വിച്ച് ഈസ് ഇലക്ട്രോളൈസ്ഡ്. അതായത് ഈ പ്രക്രിയയിൽ ഏത് പദാർത്ഥത്തിന്റെ ജലീയ ലായനിയാണ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സോഡിയം ക്ലോറൈഡ് അല്ലേ, സോഡിയം ക്ലോറൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് വേണ്ടത്. അപ്പം നമുക്ക് സോഡിയം ക്ലോറൈഡിന്റെ ജലീയ ലായനിയാണ് നമുക്ക് ഇലക്ട്രോളൈസ് ചെയ്യേണ്ടത്. ഇനി ദിസ് സബ്സ്റ്റൻസ് അണ്ടർഗോസ് റിഡക്ഷൻ അറ്റ് ദ കാഥോഡ് ഓഫ് ദി മെംബ്രെയിൻ സെൽ. ആ പ്രോസസ്സ് ഓർക്കുന്നുണ്ടല്ലോ, ഒരു മെംബ്രെയിൻ സെൽ ഉണ്ടല്ലോ, രണ്ട് ചേമ്പറാണ് അവിടെ ഉള്ളത്, അതിനിടയ്ക്ക് ഒരു മെംബ്രെയിൻ ഒക്കെ സെല്ലുണ്ടല്ലേ. അപ്പം ആ മെംബ്രെയിൻ സെല്ലിന്റെ കാഥോഡിൽ നിരോക്സീകരണത്തിന് വിധേയമാകുന്ന പദാർത്ഥം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ കാഥോഡ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് കാഥോഡ് വരുന്നത്, ഇവിടെയാണ് കാഥോഡ് വരുന്നത്, ഇതാ ഇവിടെയാണ് ആനോഡും വരുന്നത്. അപ്പൊ കാഥോഡിൽ നിരോക്സീകരണം നടക്കുന്നത് അല്ലെങ്കിൽ റിഡക്ഷൻ നടക്കുന്നത് ഏതിനാണ്? H2O ആണ് കേട്ടോ, H2Oയ്ക്കാണ്. അടുത്ത് വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ് ഇൻ അഡീഷൻ ടു സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് കൂടാതെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? ഹൈഡ്രജൻ കിട്ടുന്നുണ്ട് അല്ലേ. നമുക്കറിയാം എന്താ ഇവിടുന്ന് നമുക്ക് ഹൈഡ്രജൻ അല്ലേ, ഇവിടെ ഹൈഡ്രജൻ കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ് ഇവിടെ നമുക്ക് എന്താണ് ക്ലോറിൻ അല്ലേ, ഹൈഡ്രജനും ക്ലോറിനും നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? സോഡിയം ഹൈഡ്രോക്സൈഡ് കൂടാതെ ഹൈഡ്രജനും ക്ലോറിനും നമുക്ക് ലഭിക്കുന്നുണ്ട്, അതായത് ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോരോ വാക്കും ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാസ്റ്റിക് സോഡ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ. റൈറ്റ് ദ കെമിക്കൽ നെയിം ഓഫ് കാസ്റ്റിക് സോഡ. കാസ്റ്റിക് സോഡ ഒരു വളരെ പ്രധാനപ്പെട്ട രാസവസ്തുവാണ്. അതിന്റെ കെമിക്കൽ നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കെമിക്കൽ നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. കാസ്റ്റിക് സോഡ എന്ന് പറയുമ്പോൾ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. റൈറ്റ് ദ നെയിം ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സംയുക്തം വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയുടെ പേരെന്താണ്? നമ്മളിപ്പോൾ കണ്ടില്ലേ, ക്ലോർ ആൽക്കലി പ്രോസസ്. ക്ലോർ ആൽക്കലി പ്രോസസ്സ് എന്നാണ് ഇത് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന അറിയപ്പെടുന്നത്.
വൈ ഈസ് കാസ്റ്റിക് സോഡ ഈസ് കൺസിഡേർഡ് ആസ് ആൻ ആൽക്കലി? കാസ്റ്റിക് സോഡ ഒരു ആൽക്കലി ആയിട്ട് ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിന്റെ ആൻസർ? കാസ്റ്റിക് സോഡ ആൽക്കലി ആയിട്ട് കണക്കാക്കാൻ കാരണം എന്താണ്? ഹൈഡ്രോക്സൈഡ് അയണിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്ത് പറയാം? ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ് അയൺ എന്ന് പറയാം കേട്ടോ. ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ് അയൺ. അതുകൊണ്ടാണ് കാസ്റ്റിക് സോഡ ഒരു ആൽക്കലി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. NaOH ആണ് കാസ്റ്റിക് സോഡ എന്ന് അറിയപ്പെടുന്നത്. ക്ലോർ ആൽക്കലി പ്രോസസ് ആണ്. NaOH ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ് അയൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അമോണിയ ഈസ് എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത്. അല്ലേ, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അമോണിയ ആവശ്യമാണെന്ന് നമുക്കറിയാം. നോക്കുക. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NH3 ബൈ ഹേബർ പ്രോസസ്സ്. ഹേബർ പ്രക്രിയയിലൂടെ NH3 ഉത്പാദിപ്പിക്കുന്നതിന്റെ സമവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സമവാക്യം എങ്ങനെ വരും? നൈട്രജൻ അല്ലേ, N2 പ്ലസ് നൈട്രജനും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? NH3 കിട്ടുന്നത് അല്ലേ. NH3 ഉണ്ട്, അതുപോലെ തന്നെ ഹീറ്റും അവിടെ ലിബറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇക്വേഷൻ ബാലൻസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ ഒരു 2 വരും, ഇവിടെ ഒരു 3 വരും കേട്ടോ. അപ്പോൾ N2 പ്ലസ് 3H2 ഗീവ്സ് 2NH3 പ്ലസ് ഹീറ്റ് കേട്ടോ. അതാണ് ഇക്വേഷൻ. ഇനി എന്താണ് ബി പാർട്ട്? വാട്ട് ഇസ് ദ എഫക്ട് ഓഫ് പ്രഷർ ഇൻ ദ റിയാക്ഷൻ ആഫ്റ്റർ റീച്ചിങ് ഇക്വിലിബ്രിയം? സന്തുലനാവസ്ഥയിൽ എത്തിച്ചേർന്ന ശേഷം ഈ രാസപ്രവർത്തനത്തിൽ മർദ്ദത്തിനുള്ള സ്വാധീനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മർദ്ദത്തിനുള്ള സ്വാധീനം എന്താണ്? പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും കൂടും. പ്രഷർ ഇൻക്രീസസ്, എന്ത് സംഭവിക്കുന്നുണ്ട്? ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയാം അല്ലേ. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ അവിടെ എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നു നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് സി. വൈ 450 ഡിഗ്രി സെൽഷ്യസ് ഈസ് യൂസ്ഡ് ആസ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ഇൻ ഹേബർ പ്രോസസ്. നമ്മൾ പറഞ്ഞാൽ ഹേബർ പ്രോസസ്സിൽ 450 ഡിഗ്രി സെൽഷ്യസ് ആണ് അനുകൂല താപനിലയായിട്ട് ഉപയോഗിക്കുന്നത്. ലോവർ ടെമ്പറേച്ചറിൽ എന്താണ്? ത്രെഷോൾഡ് എനർജി കൈവരിച്ച തന്മാത്രകളുടെ എണ്ണം അവിടെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ 450 ഡിഗ്രി സെൽഷ്യസ് ഒരു എന്താണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ടെക്സ്റ്റ് ബുക്ക് ഉള്ള കാര്യം തന്നെയാണ്. ഞാൻ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദ ഇക്വേഷൻ, ഹേബർ പ്രോസസ്സിന്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്യും. മർദ്ദം വർദ്ധിപ്പിക്കുമ്പോൾ പുരോപ്രവർത്തന നിരക്ക് വർദ്ധിക്കുന്നു. എന്തുകൊണ്ടാണ് 450 ഡിഗ്രി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? അറ്റ് ലോവർ ടെമ്പറേച്ചർ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് ത്രെഷോൾഡ് എനർജി വിൽ ബി ലെസ് ആൻഡ് സോ 450 ഡിഗ്രി സെൽഷ്യസ് ഈസ് ടേക്കൺ ആസ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. താഴ്ന്ന താപനിലയിൽ ത്രെഷോൾഡ് എനർജി കൈവരിച്ച തന്മാത്രകളുടെ എണ്ണം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അതിനാൽ 450 ഡിഗ്രി സെൽഷ്യസ് അനുകൂല താപനിലയായിട്ട് സ്വീകരിക്കുന്നു. അടുത്ത നോക്കുക. കൺസിഡർ ദ ഹേബർ പ്രോസസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ കേട്ടോ. അമോണിയയുടെ മാനുഫാക്ചറിംഗിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ എഫക്ട് ഓൺ ദ കെമിക്കൽ ഇക്വിലിബ്രിയം if temperature increases, pressure decreased? അതായത് അമോണിയയുടെ ഹേബർ പ്രക്രിയയുടെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ താഴെ പറയുന്ന സാഹചര്യങ്ങൾ, അതായത് താപനില വർദ്ധിപ്പിച്ചാലും മർദ്ദം കുറച്ചാലും അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഇക്വിലിബ്രിയത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ കണ്ടു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടും കേട്ടോ. ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും അവിടെ കൂടുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ. പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ അവിടെ എന്ത് സംഭവിക്കും? കൂടും ഇല്ലേ. ബാക്ക്വേർഡ് റിയാക്ഷൻ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ടെമ്പറേച്ചർ കൂട്ടിയാലും പ്രഷർ കുറച്ച് കഴിഞ്ഞാലും ബാക്ക്വേർഡ് റിയാക്ഷൻ, പശ്ചാത്ത പ്രവർത്തനത്തിന്റെ നിരക്ക് അവിടെ എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതിന് കാരണം എന്താണ്? ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇക്വിലിബ്രിയം സ്റ്റേറ്റ് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഇല്ലേ, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ വന്നു കഴിയുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? എൻഡോതെർമിക് റിയാക്ഷൻ ഇല്ലേ, എൻഡോതെർമിക് റിയാക്ഷന്റെ റേറ്റ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നില്ലേ? പശ്ചാത്ത പ്രവർത്തനത്തിന്റെ നിരക്ക് അവിടെ കൂടും. അപ്പം അതുപോലെ തന്നെ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ സിസ്റ്റം ഉണ്ടല്ലോ, സിസ്റ്റത്തിലെ തന്മാത്രകളുടെ എണ്ണം കൂടുന്ന പ്രവർത്തനം അവിടെ നടക്കും ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അവിടെ വരും. അതുകൊണ്ട് എന്താണ്? പ്രഷർ കുറച്ച് കഴിയുമ്പോഴും ടെമ്പറേച്ചർ കൂട്ടിക്കഴിയുമ്പോഴും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, ഷോർട്ടായിട്ട് നോക്കി എഴുതുക കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ് കേട്ടോ, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ. അതുപോലെ തന്നെ എന്താണ്? പ്രഷർ അല്ലേ, പ്രഷർ കുറയ്ക്കുമ്പോൾ എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും അവിടെ കുറയുകയാണ് ചെയ്യുന്നത്.
അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സിസ്റ്റം അറ്റ് ഇക്ലിബ്രിയം, സന്തുലനാവസ്ഥയിലായിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസ് ദ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. അതായത് സന്തുലനാവസ്ഥയിൽ എന്താണ്, താപനില കൂടുമ്പോൾ താപാകിരണ പ്രവർത്തനത്തിന് നിരക്ക് കൂടും. അതിനാൽ പശ്ചാത്തപ്രവർത്തന നിരക്ക് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി പ്രഷർ, മർദ്ദം കുറച്ചാൽ എന്ത് സംഭവിക്കും? The system will try to attain equilibrium by increasing the rate of reaction in the direction where the number of moles of molecules increase. അതായത് മർദ്ദം കുറച്ച് കഴിഞ്ഞാൽ തന്മാത്രകളുടെ എണ്ണം കൂടുന്ന കേട്ടോ ആ പ്രവർത്തനം നടത്തിയിട്ടാണ് അവിടെ സന്തുലനാവസ്ഥ പ്രാപിക്കുന്നത്. അതുകൊണ്ട് അവിടെ ബാക്കിയോ റിയാക്ഷൻ്റെ റേറ്റും അവിടെ കൂടും. മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. കണക്ട് ചെയ്ത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ ദ റിവേഴ്സിബിൾ റിയാക്ഷൻ. അതായത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണല്ലേ. SO2 + O2 gives SO3. ഇവിടെ കിട്ടുന്നുണ്ട് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ദെൻ ഹൗ ഡസ് ദ ഡിക്രീസ് ഇൻ പ്രഷർ കേട്ടോ, ഡിക്രീസ് ഇൻ പ്രഷർ അഫക്ട് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. അതായത് മർദ്ദം കുറയ്ക്കുന്നത് ഫോർവേഡ് റിയാക്ഷൻ പുരോപ്രവർത്തനത്തിന്റെ നിരക്കിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മർദ്ദം കുറയ്ക്കുന്നത്, പ്രഷർ അവിടെ കുറയ്ക്കുന്നു. പ്രഷർ കുറയ്ക്ക് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് എന്ത് സംഭവിക്കും? പ്രഷർ കുറയ്ക്കുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ കുറയുവാണ് ചെയ്യുന്നത് കേട്ടോ. പ്രഷർ കുറയ്ക്കുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ കുറയുന്നു. ഇനി ഹൗ ഡസ് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അഫക്ട് ദ ഡീകമ്പോസിഷൻ ഓഫ് SO3. താപനില വർദ്ധിപ്പിക്കുന്ന SO3യുടെ വിഘടനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? താപനില വർദ്ധിക്കുന്നത്, ടെമ്പറേച്ചർ കൂട്ടുന്നത്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? SO3യുടെ വിഘടന നിരക്ക് അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ നിരക്കിന് എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ കൂടുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്ത് പറയാം? ഡീകമ്പോസിഷൻ അല്ലേ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഡീകമ്പോസിഷൻ റേറ്റും എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. അതിൻ്റെ ആൻസർ വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം മർദ്ദം കുറച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തന്മാത്രകളുടെ എണ്ണം കൂടും, മോളുകളുടെ എണ്ണം കൂടും ഇല്ലേ. അപ്പോൾ എന്താണ്? ഇക്വിലിബ്രിയത്തിന് വരും, ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരുമല്ലോ ഇല്ല. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റോടെ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ അല്ലേ. എൻഡോതെർമിക് റിയാക്ഷൻ്റെ റേറ്റ് നമ്മൾ മുമ്പേ പറഞ്ഞു, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. എൻഡോതെർമിക് റിയാക്ഷൻ്റെ നിരക്ക് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് ബാക്കിയോ റിയാക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താണ്? ഡീകമ്പോസിഷൻ റേറ്റ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ആൻസർ കൊടുത്തിട്ടുണ്ട്. ആദ്യമേ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഡിക്രീസ് ചെയ്യും. പിന്നെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് SO3 വിൽ ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതാ നോക്കുക. വെൻ പ്രഷർ ഓഫ് ദി സിസ്റ്റം ഡിക്രീസ്ഡ്, പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ എന്താണ്? സിസ്റ്റം വിൽ ട്രൈ ടു അറ്റൈൻ ഇക്വിലിബ്രിയം ബൈ ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ദ ഡയറക്ഷൻ where the number of moles of molecule increases, so the rate of forward reaction decreases. മർദ്ദം കുറച്ച് കഴിഞ്ഞാൽ എന്താണ്? വ്യൂഹം ഇല്ലേ, എന്താണ്? തന്മാത്രകളുടെ മോളെണ്ണം കൂടുന്ന പ്രവർത്തനം നടത്തും ഇല്ലേ. എന്നിട്ട് അതാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരുന്നത്. അതിനാൽ പശ്ചാത്തപ്രവർത്തന നിരക്ക് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ. താപനില വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? താപാകിരണത്തിൻ്റെ ആ പ്രവർത്തനം ഉണ്ടല്ലോ, അതിൻ്റെ നിരക്ക് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് ബാക്കിയോ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. സോ ഡികമ്പോസിഷൻ അവിടെ നിന്നാണ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ SO3യുടെ വിഘടന നിരക്ക് കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. X is a basic salt. Analyze the data regarding the acid and base from which X is formed. X എന്ന് പറഞ്ഞൊരു ബേസിക് സോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ആസിഡിൽ നിന്നും ബേസിൽ നിന്നുമാണോ എക്സ് ഉണ്ടായതെന്ന് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Okay, the acid is formed when carbon dioxide is dissolved in water under pressure. ആസിഡ് ഉണ്ടായിരിക്കുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ആസിഡ് ഉണ്ടായിരിക്കുന്നത്. ദ ബേസ് ഈസ് ഫോംഡ് ബൈ ക്ലോർ ആൽക്കലി പ്രോസസ്സ്. ക്ലോർ ആൽക്കലി പ്രോസസ്സിലാണ് ബേസ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ദ സോൾട്ട് എക്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് കെമിക്കൽ ഫോർമുല. സോൾട്ട് എക്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് അത് അതിൻ്റെ രാസസൂത്രം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്ലോർ ആൽക്കലി പ്രോസസ്സിലാണ് എന്തുണ്ടായിരിക്കുന്നത്? ബേസ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. ബേസ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഏതാണ്? NaOH ആണ്, നമുക്കറിയാം അല്ലേ. NaOH ആണ് ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് മനസ്സിലാക്കുക കേട്ടോ. ഇനി പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആസിഡ് ഉണ്ടായിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ചിട്ടാണ് അല്ലേ.
അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് നോക്കാം കേട്ടോ. പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ആസിഡ് ഉണ്ടായിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ചിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ, നമുക്ക് ജസ്റ്റ് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ചിട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ്? ഒരു ആസിഡാണ് കിട്ടുന്നത് കേട്ടോ. ആസിഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? H2CO3 ആണ് കിട്ടുന്നത് കേട്ടോ. H2CO3 ആണ് കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് കാർബോണിക് ആസിഡ് ആണ് കേട്ടോ. അതൊരു വീക്ക് ആസിഡാണ്. കാർബോണിക് ആസിഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വീക്ക് ആയിട്ടുള്ള ആസിഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ നമുക്കറിയാം എന്താണ് കിട്ടുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് അല്ലേ? നമുക്കറിയാലോ ക്ലോർ ആൽക്കലി പ്രോസസ്സിൽ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ലഭിക്കുന്നത് അറിയും. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ബേസ് ആണ് ഇല്ല, അത് സ്ട്രോങ് ബേസ് ആണ് കേട്ടോ. സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് അവിടെ ഈ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ലവണം അല്ലെങ്കിൽ സോൾട്ട് കിട്ടുന്നത്. അപ്പോൾ നാ നോക്കുക, H2CO3 അതുപോലെ തന്നെ NaOH. ഇതിൽ H2CO3 കാർബോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വീക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല. NaOH എങ്ങനെയാണ്? സ്ട്രോങ് ആണ്. അപ്പോൾ വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണ് അല്ലേ? വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആകുമ്പോൾ നമുക്കവിടെ ഉണ്ടാകുന്ന എന്തായിരിക്കും? ബേസ് ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റ് ആയിരിക്കും അല്ലേ? ആ സോൾട്ട് എങ്ങനെയായിരിക്കും? ബേസിക് ആയിരിക്കും ഇല്ലേ? സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിരിക്കും. അപ്പോൾ ഉണ്ടെന്ന് സോൾട്ട് ഏതാണ്? ഇതാ നോക്കുക കേട്ടോ. സോൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് Na2 കേട്ടോ. Na2CO3 ആയിരിക്കും കേട്ടോ. Na2CO3 പ്ലസ് H2O ആണ് കേട്ടോ. Na2CO3 ആണ് നമുക്ക് അവിടെ ഉണ്ടാകുന്ന സോൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ സ്ട്രോങ് ആയിട്ടുള്ളത് ബേസ് ആയതുകൊണ്ട് ഈ സോൾട്ട് എങ്ങനെയാണ്? ബേസിക് ആയിരിക്കും. ഈ സോൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? ബേസിക് ആയിട്ടുള്ള സോൾട്ട് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്, Na2CO3. അപ്പം എക്സ് എന്ന ലവണം ഏതാണ്? Na2CO3 ആണ് കേട്ടോ. Na2CO3 എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഉണ്ടായത്. ഇനി എക്സ് എന്ന ലവണത്തിൽ നടക്കുന്ന ഹൈഡ്രോളിസിസ് പ്രവർത്തനം എഴുതാനാണ് ഞാൻ. കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഹൈഡ്രോളിസിസ് ഫോർ ദ സോൾട്ട് എക്സ്. അതിന് എക്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് സോഡിയം കാർബണേറ്റ് ആണെന്ന് കണ്ടു. അപ്പം നമുക്ക് കിട്ടിയ സോൾട്ട് സോഡിയം കാർബണേറ്റ് ആണില്ല. അപ്പം സോഡിയം കാർബണേറ്റ് Na2CO3 സോഡിയം കാർബണേറ്റ് ആണ്, ഹൈഡ്രോളിസിസ് ആണ്. അപ്പം H2O കേട്ടോ, ഹൈഡ്രോളിസിസ് ആണ് നടക്കുന്നത്. അപ്പം എന്താണ് ഉണ്ടാകുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡും എന്താ നോക്കട്ടെ, NaOH അതുപോലെ തന്നെ H2CO3 ആണ് അവിടെ ഉണ്ടാകുന്നത് കേട്ടോ. അവിടെ ഒരു ചൂങ്കര വരും. മനസ്സിലായല്ലോ? അപ്പം റൈറ്റ് കെമിക്കൽ ഇക്വേഷൻ ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് എക്സ്, സോഡിയം കാർബണേറ്റിന്റെ ഹൈഡ്രോളിസിസ് ആണ് അവിടെ കിട്ടുന്നത്. NaOH H2CO3 കേട്ടോ. H2CO3 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്, അതായത് കാർബോണിക് ആസിഡ്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. The Haber process is the industrial production of NH3. നമുക്കറിയാമല്ലേ, ഹേബർ പ്രോസസ് ആണ് നമ്മൾ അമോണിയയുടെ വ്യവസായ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. Then check the chemical equation given below and correct it if there is any mistake. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇക്വേഷൻ നോക്കിയാൽ N2 plus 3H2 gives എന്താണ്? ഇതാണോ ശരിക്കും ഇക്വേഷൻ? അവിടെ പ്രൊഡക്റ്റ് ആയിട്ടല്ലേ നമുക്കിവിടെ ഹീറ്റ് വരുന്നത് ഇല്ല. അപ്പോൾ ഇക്വേഷൻ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതാം? N2 പ്ലസ് അതുപോലെ തന്നെ 3H2 അല്ലേ? 3H2 റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് കേട്ടോ. സിമ്പിൾ ഇട്ടിരിക്കണം. ഇതൊക്കെ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, സിമ്പിൾ ഇട്ടിരിക്കണം. ദെൻ അത് എന്താണ് ഇവിടെ കിട്ടുന്നത്? അതുപോലെ തന്നെ ഇവിടെ വനേഡിയം പെൻഡോക്സൈഡ് ആണ് അവിടെ ഉൾപ്രേരകം കൊടുത്തത്. ഉൾപ്രേരകം നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? സ്പോഞ്ച് അയൺ അല്ലേ ഉപയോഗിക്കുന്നത്. അത് എഴുതാനും കേട്ടോ. അതൊക്കെ മിസ്റ്റേക്ക് ആണ്. ഉൾപ്രേരകം നമ്മൾ സ്പോഞ്ച് അയൺ ആണ് കേട്ടോ. ഉൾപ്രേരകം കേട്ടോ, സ്പോഞ്ച് അയൺ ആണ് നമ്മൾ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അതവിടെ എഴുതണം കേട്ടോ. അതാണ് നമുക്കിവിടെ എഴുതേണ്ടത്. ദെൻ പിന്നെ കിട്ടുന്ന ഏതൊക്കെയാണ്? 2NH3 അല്ലേ? 2NH3 പിന്നെ ഹീറ്റും ആണ് അല്ലേ? ഹീറ്റും അവിടെ ലിബറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് മിസ്റ്റേക്ക് ആണ്. ഹീറ്റ് ഇതും മിസ്റ്റേക്ക് ആണ് കേട്ടോ. വനേഡിയം പെൻഡോക്സൈഡ് അല്ല, സ്പോഞ്ച് അയൺ ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്, ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി വാട്ട് ഇസ് ദ റീസൺ ഫോർ യൂസിങ് എ റിലേറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ ഓഫ് 450°C ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ? നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. NH3യുടെ വ്യവസായ നിർമ്മാണത്തിൽ താരതമ്യേന ഉയർന്ന താപനില 450°C വരെ ഉപയോഗിക്കാൻ കാരണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ റീസൺ എന്താണ്? ലോവർ ടെമ്പറേച്ചറിൽ പുരോപചാര പ്രവർത്തനങ്ങളുടെ നിരക്ക് വളരെ കുറഞ്ഞു പോകും ഇല്ല. അതുകൊണ്ട് കുറഞ്ഞു പോകുന്നതല്ല, വ്യൂഹം ഇക്വിലിബ്രിയം കൈവരിക്കാൻ വേണ്ടി കൂടുതൽ സമയം അവിടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ അവിടെ അറ്റൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. റൈറ്റ് ഇനി 2 യൂസസ് ഓഫ് അമോണിയ. അമോണിയയുടെ ഏതെങ്കിലും 2 യൂസസ് ആണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം, പെട്രോളിയം റിഫൈനിങ്ങിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ കറക്റ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഇതാണ് കേട്ടോ. സ്പോഞ്ച് അയൺ ആണ് നമ്മുടെ ഉൾപ്രേരകമായിട്ട് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ 450°C ടെമ്പറേച്ചറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് യൂസസ്, അമോണിയയുടെ യൂസസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
In a reversible reaction, the forward reaction is when sulfur dioxide reacts with oxygen to form sulfur trioxide, and the backward reaction is when sulfur trioxide decomposes to form സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ. ഒരു ഉപേദിച്ച രാസപ്രവർത്തനത്തിൽ നോക്കട്ടെ, സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകുന്നത് പുരോപ്രവർത്തനമാണ്. റിവേഴ്സിബിൾ റിയാക്ഷനകത്ത് അത് എന്താണ് പുരോപ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർവേഡ് റിയാക്ഷനാണ്. അതുപോലെ തന്നെ സൾഫർ ട്രയോക്സൈഡ് വിഘടിച്ചിട്ട് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്നത് എന്താണ് പശ്ചാത്പ്രവർത്തനം, ബാക്ക്വേർഡ് റിയാക്ഷനുമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓൺ ദിസ് കെമിക്കൽ റിയാക്ഷൻ. ഇതിന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മർദ്ദത്തിന്റെ സ്വാധീനം, എഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ദിസ് കെമിക്കൽ ഇക്വേഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് അല്ലേ. ഇത് നമുക്കറിയാം പുരോപ്രവർത്തനത്തിൽ എങ്ങനെയാണ് സൾഫർ ഡയോക്സൈഡ് അല്ലേ, സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത്? സൾഫർ ട്രയോക്സൈഡ്. അത് പുരോപ്രവർത്തനമാണ്. തിരിച്ചിട്ട് കഴിഞ്ഞാൽ സംഭവം ആകിയല്ലേ, മനസ്സിലാവുന്നുണ്ടോ? തിരിച്ചിട്ട് കഴിഞ്ഞാൽ റിവേഴ്സിബിൾ റിയാക്ഷന് സിമ്പിൾ ഇടുക. നമുക്ക് ഇക്വേഷൻ ഇവിടെ ഒരുപോലെ ആക്കുക കേട്ടോ. അതാ ഇവിടെ ഒരു 2 കൂടെ കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ എന്താ നോക്കിയേ, ബാക്ക്വേർഡ് റിയാക്ഷൻ കേസിൽ സൾഫർ ട്രയോക്സൈഡ് ഇല്ലേ, സൾഫർ ട്രയോക്സൈഡ് വിഘടിച്ചിട്ട് സൾഫർ ഡയോക്സൈഡും ഓക്സിജനും ഉണ്ടാകുന്നു. അതെന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷനുമാണ്. മനസ്സിലായല്ലോ? ഇനി ഇതിൽ പ്രഷറിന്റെ എഫക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പ്രഷർ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഫോർവേഡ് റിയാക്ഷൻ. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ അവിടെ റേറ്റ് കൂടും ഇല്ലേ. ഇനി പ്രഷർ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലേ. പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് ആണ് അവിടെ കൂടുന്നത്. മനസ്സിലാക്കിയിരിക്കും കേട്ടോ. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് അവിടെ കൂട്ടും. പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് ആണ് അവിടെ കൂടുന്നത്. ഇത് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇക്വേഷൻ എങ്ങനെയാണ് പറഞ്ഞത്? സൾഫർ ഡയോക്സൈഡും ഓക്സിജനും റിയാക്ട് ചെയ്ത് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ സൾഫർ ട്രയോക്സൈഡ് അതെന്താണ് ഫോർവേഡ് റിയാക്ഷൻ ആണ്. പിന്നെ എന്താണ് സൾഫർ ട്രയോക്സൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് SO2 അതുപോലെ തന്നെ O2 ആവുന്നുണ്ട്. ദെൻ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂടും. പിന്നെ എന്താണ് പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും അവിടെ എന്താണ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇക്വേഷൻ കൊണ്ട് മർദ്ദം കൂട്ടിയാൽ പുരോപ്രവർത്തന വേഗത കൂടുന്നു, മർദ്ദം കുറച്ച് കഴിഞ്ഞാൽ പശ്ചാത്പ്രവർത്തന വേഗത അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം. സന്തുലനാവസ്ഥയുടെ ഏതെങ്കിലും 3 സവിശേഷതകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും എഴുതുക കേട്ടോ. ബോത്ത് റിയാക്റ്റൻസ് ആൻഡ് ദ പ്രൊഡക്റ്റ് കോഎക്സിസ്റ്റ് അറ്റ് ഇക്വിലിബ്രിയം. അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നുണ്ട്. റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആർ ഈക്വൽ അറ്റ് ഇക്വിലിബ്രിയം. പശ്ചാത്പ്രവർത്തനങ്ങളുടെ നിരക്ക് എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് എ ഡൈനാമിക് ഇക്വിലിബ്രിയം അറ്റ് ദ മോളിക്കുലാർ ലെവൽ. രാസസന്തുലനം തന്മാത്രാ തലത്തിൽ ഗതിക സന്തുലനമാണ് കേട്ടോ. അതുപോലെ ഇക്വിലിബ്രിയം ഈസ് പോസിബിൾ ഓൺലി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. ഇക്വിലിബ്രിയം എങ്ങനെയാണ്? ഒരു ക്ലോസ്ഡ് സമൃദ്ധ വ്യൂഹത്തിൽ മാത്രമേ ഇക്വിലിബ്രിയം അവിടെ സാധ്യമാകത്തുള്ളൂ. ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമേ അവിടെ ഇക്വിലിബ്രിയം സാധ്യമാകത്തുള്ളൂ. ഏതെങ്കിലും 3 എഴുതാം കേട്ടോ. സവിശേഷ 4 പഠിച്ചു വെക്കുക കേട്ടോ. 2 3 ഒക്കെ ചോദിക്കാം, എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സജസ്റ്റ് 3 ways to increase the amount of product in the following chemical reaction. കേട്ടോ, അതാ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അമോണിയ ഉണ്ടാകുന്നതാണ് അല്ലേ. ഇതിൽ ഉൽപ്പന്നത്തിന്റെ അതായത് അമോണിയയുടെ അളവ് വർദ്ധിപ്പിക്കാനുള്ള 3 മാർഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പന്നം അല്ലെങ്കിൽ അമോണിയയുടെ എന്താണ് അളവ് വർദ്ധിപ്പിക്കണം. എന്ത് ചെയ്യണം? ഒരു മാർഗം ഏതാണ്? ഒന്നുകിൽ നമുക്ക് അഭികാരങ്ങൾ റിയാക്റ്റൻസ് കൂട്ടുക, അതായത് N2 ഇല്ലേ, N2O അല്ലെങ്കിൽ എന്താണ് H2O ഇല്ലേ, N2O H2O അവിടെ ഇൻക്രീസ് ചെയ്യുക, അളവ് അവിടെ കൂട്ടുക. പിന്നെ അടുത്തൊരു മെത്തേഡ് എന്ത് പറയാം? പിന്നെ NH3 ഇവിടെ ഉണ്ടായ NH3 റിമൂവ് ചെയ്യാം ഇല്ലേ. റിമൂവ് ചെയ്ത് കഴിയുമ്പം പിന്നെ നമുക്ക് അതനുസരിച്ച് ഉണ്ടായിക്കൊണ്ടില്ല, അപ്പോൾ റിമൂവ് NH3 എന്ന് പറയാം. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രഷർ കൂട്ടാം ഇല്ലേ. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടുത്തെ പ്രൊഡക്റ്റിന്റെ അളവ് അവിടെ കൂടും. മനസ്സിലായല്ലോ? ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമോണിയ ഉണ്ടാക്കുന്നതാണ്. ഒന്നെങ്കിൽ ആഡ് മോർ N2 ഓർ H2, കൂടുതൽ N2 അല്ലെങ്കിൽ H2 ചേർക്കുക, അല്ലെങ്കിൽ എന്താണ് റിമൂവ് NH3, അമോണിയ നീക്കം ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്യുക, മർദ്ദം അവിടെ കൂട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ഡ്രൈയിങ് ഏജന്റ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഇൻ ദ ലബോറട്ടറി. പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ശോഷസ്തംഭം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ഡ്രൈയിങ് ഏജന്റ് ഏതാണ്? കാൽസ്യം ഓക്സൈഡ് ആണല്ലേ, നമ്മൾ പഠിച്ചാണ്. കാൽസ്യം ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്ന ഡ്രൈയിങ് ഏജന്റ്. വാട്ട് ഇസ് യൂസ് ഓഫ് ഡ്രൈയിങ് ഏജന്റ് ഹിയർ? അവിടെ ഡ്രൈയിങ് ഏജന്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? മോയ്സ്ചർ ഉണ്ടല്ലോ ഇല്ലേ, ജലാംശത്തെ നീക്കം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് പറയാം? ടു റിമൂവ് ഇല്ലേ, ടു റിമൂവ് മോയ്സ്ചർ എന്ന് പറയാം കേട്ടോ. ജലാംശത്തെ നീക്കം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളവിടെ എന്തുപയോഗിക്കുന്നത്? കാൽസ്യം ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
വെൻ അമോണിയം ക്ലോറൈഡ് NH4Cl റിയാക്ട് വിത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അമോണിയം ക്ലോറൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് എ ബാഡ് സ്മെൽ ഗ്യാസ് ഈസ് ഫോംഡ്, ഐഡന്റിഫൈ ദ ഗ്യാസ്. ഒരു ബാഡ് സ്മെല്ലുള്ള ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്, ഏതാണ് ഗ്യാസ് എന്ന് ചോദിച്ചിട്ടുണ്ട്, അതായത് കെമിക്കൽ ഇക്വേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കപ്പം ആദ്യമേ ഇക്വേഷൻ ഒന്ന് എഴുതാം കേട്ടോ. ഏതാണ് NH4Cl അല്ലേ, അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ കാൽസ്യം ഹൈഡ്രോക്സൈഡും ആണ് കേട്ടോ. CaOH ചോയ്സും ആണ്. അത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, NH3 അല്ലേ, NH3 ഉണ്ടാകുന്നുണ്ട്. Ca എന്താ നോക്കോട്ടോ, ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. NH3 ഉണ്ടാകുന്നുണ്ട്, CaCl2, ദെൻ പിന്നെ അതാണ് H2O ആണ് ഉണ്ടാകുന്നത്. അപ്പം NH3 ആണ് ഇവിടെ ഉണ്ടാകുന്നത് അല്ലേ. NH3 ഉണ്ടാകുമ്പോൾ ഏതാണ്, ഏത് ഗ്യാസാണ് അവിടെ ഉണ്ടായത്, അമോണിയ. അപ്പം എ പാർട്ട് നമുക്ക് എന്തെഴുതാം, NH3 അമോണിയ ആണ് അവിടെ ഉണ്ടായത് കേട്ടോ. ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 വരും, ഇവിടെയും 2 വരും. അപ്പം NH3 ആണ് അവിടെ ബാഡ് സ്മെല്ലുണ്ടായത്, അമോണിയാണ് അവിടെ ഉണ്ടായത്. ദെൻ അതിൻ്റെ ഇക്വേഷനും എഴുതി. മനസ്സിലായല്ലോ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, പ്രധാനമായിട്ട് ഒരു 3 മാർക്കിൻ്റെ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കേട്ടോ. അപ്പം പഠിക്കുക, മാക്സിമം ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാമോ അതെല്ലാം കളക്ട് ചെയ്ത് വായിച്ചും ഒക്കെ പഠിക്കുക കേട്ടോ. ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക, ചാപ്റ്റർ നല്ലോണം പഠിക്കുക. ഫോർവേഡ് റിയാക്ഷൻ, ബാക്ക്വേർഡ് റിയാക്ഷൻ, എന്താണ് പിന്നെ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണവും ക്ലോറാൽക്കലി പ്രോസസ്സും അതൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്, നമുക്ക് ഇനിയും മറ്റൊരു വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസുകളൊക്കെ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക്